ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പുരാവസ്തു ശേഖരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും വിലപിടിപ്പുള്ള എന്തൊക്കെയോ ആണെന്ന്. ഒന്നുമല്ല, നമ്മുടെ ഈ സിനിമയിൽ ഉർവശി പറയുന്ന പോലെ എനിക്ക് ആദ്യമായിട്ട് പല്ല് മുളച്ചപ്പോൾ തേക്കാൻ ഉപയോഗിച്ച ബ്രഷ്, ആദ്യമായിട്ട് മാവേൽ എറിഞ്ഞപ്പോൾ മാങ്ങ താഴെ വീണു, അപ്പോൾ ആ ഒരു കല്ല് എന്നൊക്കെ പറയുന്ന ആ ലെവലിലിരുന്ന് കണ്ടാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഉള്ള കുറച്ച് സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെന്തൊക്കെയാണെന്ന് കണ്ടാലോ? ബായോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു റേഡിയോ ആണേ. കണ്ടോ, ഇതിപ്പോൾ എത്ര പേരുടെ കയ്യിലുണ്ടെന്ന് അറിയത്തില്ല. ഇതിന് ഒരുപാട് പഴക്കമുണ്ട്, അപ്പൂപ്പനായിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് നല്ല പ്രായമുണ്ടെങ്കിലും സ്റ്റിൽ വർക്കിംഗ്. പക്ഷേ ഇപ്പോൾ ബാറ്ററി ഒന്നുമില്ല. നാഷണൽ പാനാസോണിക്കിൻ്റെ ഒരു റേഡിയോ. അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് ഇത് വായിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാനെന്നാലും ഇവിടെ ജിൻസിയുടെ സ്വന്തം റേഡിയോ എന്നും പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റേ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഞാനങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ പപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പപ്പയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചൊരു സാധനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ആരും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകത്തുമില്ല. എന്നാൽ അവരൊക്കെ കൂടുതൽ ഉപയോഗിച്ചതുമായിട്ടുള്ള ചില സാധനങ്ങളാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലൊന്നാണ് ഈ റേഡിയോ. അപ്പോൾ ഇതിന് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നതാണേ. അപ്പോൾ ഇപ്പോൾ ബാറ്ററി ഒന്നുമില്ല, പക്ഷേ ആൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണേ. അപ്പോൾ ഒരു സമയത്ത് ഇതിൽ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ രഞ്ജിനി എന്നൊക്കെ പറഞ്ഞ ചില പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കേൾക്കുമ്പോൾ, പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആ റേഡിയോയിൽ ഇങ്ങനെ പാടുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിതൊക്കെ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ചില ഓർമ്മകളും കൂടെ ഈ റേഡിയോയ്ക്ക് പറയാനുണ്ടേ. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ആദ്യം വന്ന് റേഡിയോ ഓൺ ചെയ്യും. അതുപോലെ ചലച്ചിത്ര ശബ്ദരേഖ എന്ന് പറഞ്ഞിട്ട് സിനിമ ഓഡിയോ മാത്രമായിട്ട് അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ ഒരു നല്ല ഓർമ്മകളുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ 90s നല്ലോണം അറിയാം. ആ സമയത്ത് റേഡിയോ പാട്ടുകൾ കേട്ടാൽ കൂടുതലും അങ്ങനെയുള്ള വിഷ്വലായിട്ട് അങ്ങനെ കാണാനൊന്നുള്ള ഒരിതില്ലായിരുന്നല്ലോ. ടി വി ഒക്കെ ഉള്ള വീടുകളുണ്ടില്ലെന്നല്ല, പക്ഷെ എന്നാലും എല്ലായിടത്തും ഇന്നത്തെ പോകാൻ മാതിരി അങ്ങനെ എല്ലായിടത്തും ഒന്നും ടി വി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കൂടുതലും റേഡിയോയ്ക്കകത്തൂടെ കേട്ടാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കൂടുതൽ ഫെമിലിയർ ആയതൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല ഓർമ്മകളുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ആ റേഡിയോ. അടുത്തതായിട്ട് ഈ ഒരു സാധനമാണേ. ഇത് നമ്മുടെ മണ്ണെണ്ണ വിളക്കാണേ. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ തുറന്നിട്ടാണ് ഇതിൽ മണ്ണെണ്ണ ഒഴിക്കും, എന്നിട്ട് തിരിയിടും. ഇതിൽ തിരിയിട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഒന്ന് കമിഴ്ന്ന് വീണാലും ഇത് ത്രെഡ് ആയത് കാരണം മണ്ണെണ്ണ ലീക്ക് ആവത്തില്ല. ചിലർക്ക് ആ സമയത്തൊക്കെ മണ്ണെണ്ണയൊക്കെ ഇങ്ങനെ ലീക്കായി തീപിടുത്തമൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പക്ഷേ നമുക്ക് ലീക്ക് ആവത്തില്ല, ത്രെഡ് ആയതുകൊണ്ട്. കണ്ടോ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഇത് കത്തിച്ച് വെച്ചിട്ടായിരുന്നു. ഒരു അരമണിക്കൂർ ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അന്നേരം ഞങ്ങൾ ഈ വിളക്ക് കത്തിച്ച് വയ്ക്കും. ആ സമയത്ത് നമ്മൾ വലിയ പരിപാടിക്കൊന്നും പോകത്തില്ല, എല്ലാവരും ഈ വിളക്കിൻ്റെ ചുറ്റിനുമൊക്കെ കാണും. അപ്പോൾ പേപ്പറൊക്കെ ചുരുട്ടി കത്തിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു അന്നത്തെ ഓരോ കുറുമ്പുകൾ തീയിലിങ്ങനെ പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ചുറ്റിനൊക്കെ ഇരുന്നിട്ടിങ്ങനെ കറണ്ട് പോകുമ്പോൾ കറണ്ട് വരാൻ വേണ്ടി 100 വരെ എണ്ണുമ്പോൾ കറണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പതുക്കെ ഇരുന്ന് എണ്ണും. അതൊക്കെ ഒരു രസമുള്ള കാലഘട്ടമായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങൾ മിസ് ചെയ്യുന്നതും ആ നല്ല കാലഘട്ടം തന്നെയായിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഐറ്റം. ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് കണ്ടാലോ? ഇത് കണ്ടോ, നമ്മുടെ ഒരു അളവ് പാത്രമാണ് ഇത്. തുടം എന്ന് പറയും ഇതിനെ. ഒരു തുടം, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ പണ്ട് നെയ്യൊക്കെ ഈ പാത്രത്തിലായിരുന്നു അളന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതെൻ്റെ അപ്പച്ചൻ്റെ ആണേ, എൻ്റെ പപ്പയുടെ അപ്പൻ്റെ. അപ്പോൾ അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമൊക്കെയാണ്. ഇപ്പോൾ ഇതെൻ്റെ കയ്യിലാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ അവരുടെയൊക്കെ ഓർമ്മകളുള്ളത് കൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണേ. അപ്പോൾ അതിലൊരു സാധനമാണ് ഇത്. അടുത്തതായിട്ട് ഇത് കണ്ടോ, ഇതെൻ്റെ അപ്പച്ചൻ ഉണ്ടാക്കിയതാണ്. നമ്മുടെ മുളനാഴി എന്ന് പറയും. കണ്ടോ, നമ്മുടെ മുള കൊണ്ടുള്ള നാഴിയാണേ. അപ്പോൾ ഇതിനകത്താണ് അരിയൊക്കെ അളന്നെടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അപ്പച്ചൻ ഇരുന്ന് ഉണ്ടാക്കിയതാണേ, മുളയിടുന്ന. അപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ട് മുളയുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അദ്ദേഹം എൻ്റെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ എന്തെങ്കിലും ഒരു കഴിവൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പച്ചൻ്റെ നിന്നൊക്കെ കിട്ടിയതായിരിക്കണം. കാര്യം അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇത് നാഴി. ഇപ്പം എത്ര വീടുകളിലുണ്ടെന്ന് അറിയത്തില്ല. ഈ പറഞ്ഞപ്പോൾ ഞാൻ പോലും ഗ്ലാസ്സിനകത്താണ് ഇപ്പം അളക്കം നോക്കുക കേട്ടോ. നാഴി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ, ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്രയും നേരം അപ്പച്ചൻ്റെ ഓർമ്മകൾ പറഞ്ഞു. ഇനി നമുക്ക് അമ്മച്ചിയുടെ ഓർമ്മകളിലോട്ട് കിടക്കാം. ഇത് കണ്ടോ, പണ്ടത്തെ നമ്മുടെ കട്ടിലൊക്കെ വരയുന്ന ഇതെടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് എന്താ പറയണ്ടേ, നൂലില്ലായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയൊരു ബാഗാണ്. ഇപ്പം കാലക്രമേണ
കാലപ്പഴക്കം കൊണ്ട് ഇത് കുറച്ച് കേടായിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെൻ്റെ അമ്മച്ചിയുടെ ബാഗാണേ. പിന്നെ ഇത് അമ്മച്ചിയുടെ അല്ല, പക്ഷേ അമ്മച്ചിയുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകുമായിരുന്നു, ഇത് ഉപയോഗിക്കുമായിരുന്നു അമ്മച്ചി. അപ്പോൾ എനിക്കത് ആ ഒരു ഓർമ്മ, അത് കുറേ കാലക്രമേണ നശിച്ചു പോയി. പക്ഷെ അമ്മച്ചിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് കയ്യിൽ എപ്പോഴോ വാങ്ങിച്ച് സൂക്ഷിച്ചൊരു സാധനമാണ്. ഞാനായിട്ട് കാശ് കൊടുത്ത് മേടിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് കാണുമ്പോൾ എനിക്ക് അമ്മച്ചി ഓർമ്മ വരും. കാര്യം അമ്മച്ചി ഇങ്ങനെ പള്ളി പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും പൈസ ഇട്ടിട്ട് ഇതിങ്ങനെ ചുരുട്ടി പിടിച്ചോണ്ടായിരുന്നു പോകുന്നത്. ഇങ്ങനെ അതിനുള്ളതേ ഉള്ളല്ലോ ഈ ബാഗ്. അപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ എന്നെയും പിടിക്കും, ഒരു കയ്യിൽ ഇതിങ്ങനെ ചുരുട്ടി പിടിച്ചേക്കും. അപ്പം ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ മേടിച്ച് സൂക്ഷിച്ചിരിക്കുന്ന സാധനമാണേ. ഇനി അടുത്തതായിട്ട് ഞാനൊരു സിനിമ കണ്ട് ഇൻസ്പയർ ആയി വാങ്ങിച്ചൊരു സാധനമാണേ. നമ്മുടെ ആരണ്യകം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അതിലെ നായിക ഡയറി എഴുതുന്നത് ഇത്തരം ഒരു പേന ഉപയോഗിച്ചാണേ, നമ്മുടെ ഹീറോ പേന. അപ്പോൾ അന്ന് ഞാനത് എനിക്ക് ഇച്ചിരി ഓർമ്മയൊക്കെ വെച്ച് നല്ല ഇതായപ്പം വാങ്ങിച്ചതാണേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിങ്ങനെ ത്രെഡാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളിതിനെ മഷി നിറച്ചാണ് എഴുതാനായിട്ട് ഉപയോഗിക്കുന്നതേ. അപ്പോൾ ഇപ്പോൾ ഇതിൽ മഷിയുണ്ട്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണേ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ഥലമുണ്ടല്ലോ, കണ്ടോ, അവിടെ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ മഷി മുക്കി ഇങ്ങനെ എടുക്കണം. കണ്ടോ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. ഈ മഷിയൊക്കെ ഇങ്ങനെ മണത്ത് നോക്കുമ്പോണ്ടല്ലോ നമ്മുടെ പഴയ ആ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ വരുവാണേ, നല്ല നൊസ്റ്റാൾജിക് ഓർമ്മകൾ. അപ്പോൾ ഇത് പിന്നെ തിരിച്ച് കയറ്റി ത്രെഡ് ചെയ്ത് പിന്നെ നമുക്കിത് എഴുതാനായിട്ട് ഡയറക്റ്റ് ഉപയോഗിക്കാം. പണ്ട് ആധാരമൊക്കെ എഴുതുമ്പോൾ ഇത്തരം പേനകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാര്യം മഷി പടരത്തില്ല ഇതിനാവുമ്പോൾ. മറ്റു പേനകളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് മഷി ചീത്തയായി പോകുമല്ലോ, പക്ഷേ ഇതിന് മഷി പടരത്തില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഇതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബിലെ വിശേഷങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുന്നത് ആ ഒരു പേന കൊണ്ടാണേ. അപ്പോൾ അതാണ് അടുത്ത ഐറ്റം. ഇനി 2 ഐറ്റം എൻ്റെ കുഞ്ഞിലേ തൊട്ട് ഞാൻ ശേഖരിച്ച സാധനം, അതെൻ്റെ കയ്യിൽ നിന്ന് ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നീട് ഞാൻ കുറച്ച് വലുതായതിന് ശേഷം ഞാൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്തൊക്കെ ആയിട്ട് ശേഖരിച്ച കുറച്ച് സാധനങ്ങൾ. അങ്ങനെ 2 ഐറ്റമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇതേ കണ്ടോ, നമ്മുടെ മഞ്ചാടിക്കുരു. ഇത് പണ്ട് കുറേ കാലം മുമ്പ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ, പക്ഷേ അതെൻ്റെ നഷ്ടപ്പെട്ടു പോയി. വീട് പണിയൊക്കെ സമയത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞതിന് ശേഷം പലയിടത്തും കാണുമ്പോൾ ഇതുപോലെ പറക്കിക്കൊണ്ട് വരുന്നതാണ്. ഇതിൽ കൂടുതൽ മഞ്ചാടി നമ്മുടെ ട്രിവാൻഡ്രത്ത് സൂവിൽ പോയപ്പോൾ അവിടുന്ന് പറക്കിക്കൊണ്ട് വന്നതാണ്. അവിടെ കുറേ ഉണ്ടായിരുന്നു, ഇതുപോലെ താഴെ വീണ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മൃഗങ്ങളെ കാണുന്നതിലൊക്കെ ഉപരി ഇത് പറക്കാനായിരുന്നു എൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി അന്നേരം ആ സമയത്ത്. അതുപോലെ തന്നെ ഉള്ളൊരു ഐറ്റമാണ് ഇത് കണ്ടോ, കുന്നിക്കുരു. ഇതൊക്കെ ഇപ്പം കാശ് കൊടുത്താലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ എൻ്റെ മാവിയുടെ വീട് ആലപ്പുഴയിലാണേ. അപ്പോൾ കുറച്ച് നാൾ ഞാൻ ആലപ്പുഴ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നൊക്കെ ഇതുപോലെ പെറുക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എൻ്റെ കയ്യിൽ നിന്ന് ഒരിടക്കാലത്ത് നഷ്ടപ്പെട്ടു പോയി. അതിന് ശേഷം ശേഖരിച്ച സാധനങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ സ്വകാര്യ സ്വത്തായിട്ട് സൂക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. തുടർന്ന് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.